വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 49-കാരനെ കാറിനൊപ്പം റോഡിലൂടെ വലിച്ചിടിച്ച സംഭവത്തിൽ 2 പ്രതികൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പനമരം സ്വദേശികളായ നബീൽ കുമാർ, വിഷ്ണു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ലുക്കൌട്ട് കൊടുത്തിരിക്കുന്നത്. നബീൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരിങ്ങനെയാണ്. പനമരം സ്വദേശികളായ നബീൽ, കമർ, വിഷ്ണു എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് ഇറക്കിയിരിക്കുന്നത്. സംഭവത്തിൽ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷാദ്, അഭിരാം എന്നിവരിന്ന് പോലീസ് പിടിയിലായി. ഇന്ന് വൈകിട്ടാണ് പ്രതികൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ഇവർ സംസ്ഥാനം വിടാനുള്ള സാധ്യതയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. കേസിൽ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷിദും അഭിരാമും കൽപ്പറ്റയിൽ നിന്ന് പിടിയിലായിരുന്നു. കർണാടകയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരും വഴിയാണ് ഇവർ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ മാനന്തവാടി മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്ന മാദനെ മന്ത്രി OR കേളു സന്ദർശിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കൃത്യമാണ് അവിടെ നടന്നത്. ഒരിക്കലും അങ്ങനെ നടക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആദിവാസി സമൂഹത്തോട് ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തന്നെ ആക്രമിച്ചവർ ലഹരി ഉപയോഗിച്ചതായി സംശയമുണ്ടെന്ന് മാദൻ 24നോട്. ഉണ്ട്. എന്തോ കഞ്ചാവെന്ന് തോന്നുന്നു. ഈ ഒരു ജാതി മക്ക് പിടിച്ച പോലെ ഈ കണ്ണെല്ലാം കൂടി ചുമച്ചോടെ നടപ്പുണ്ടായിരുന്നു ഇതൊക്കെ. പിന്നെ അവിടുന്ന് ഈ പുഴയിൽ തന്നെ ഒരു ചെറിയ ചോറ ഉണ്ടാക്കി. അത് ബാക്കി വന്നിട്ട് കടേൻ്റെ മുന്നിൽ നിന്ന് ഒച്ചപ്പാടും ബഹളം ഇട്ടുകൊണ്ടിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മാനന്തവാടി പനവരം പുഴകൾ ചേരുന്ന കൂടൽക്കടവ് പ്രദേശത്ത് വെച്ച് അക്രമി സംഘം മാദനെ കാറിനൊപ്പം വലിച്ചിഴച്ചത്. 24 വയനാട്.